ഹായ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഫാമിലി കുക്കിംഗ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ്. ആ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സാൻഡ്വിച്ച്. നമ്മൾ എന്നും ഇഡ്ഡലി, ദോശ, ചപ്പാത്തി ഇതെല്ലാം തിന്ന് ഫെഡപ്പായിരിക്കും. ഇതാണെങ്കിൽ നല്ല ഹെൽത്തിയാണ്, പിള്ളേർക്ക് ഇഷ്ടമാണ്. ഈവൻ അത് നമുക്ക് ചായയുടെ കൂടെ കഴിക്കാനും എല്ലാം നല്ലതാണ്. അപ്പോൾ നമ്മൾക്ക് വെജിറ്റബിൾ സാൻഡ്വിച്ചിലേക്ക് പോവാം. ഹെൽത്തിയാണ് അത് നല്ലത്. സാൻഡ്വിച്ച് ഉണ്ടാക്കണേൽ ഫസ്റ്റ് ഐറ്റം നമുക്ക് ഒരു മല്ലിയില ചട്നി ഉണ്ടാക്കണം. അപ്പോൾ ആ മല്ലിയില ചട്നി ഉണ്ടാക്കണതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആ മല്ലിയില ചട്നിയാണ് അതിൻ്റെ മുകളിൽ നമ്മൾ പുരട്ടിയിട്ടാണ് ഈ വെജിറ്റബിൾസ് എല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ആദ്യം കുറച്ച് മല്ലിയില ഇട്ടു, ഒരു 3 കഷ്ണം വെളുത്തുള്ളി, ഒരു 2 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി ഒരു 2-3 എണ്ണം അരിഞ്ഞ് അതും ഇട്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ ഇടുകയാണെങ്കിൽ മുഴുവനും ഇടാൻ പറ്റും കേട്ടോ. അതിനാവശ്യത്തിനായ ഉപ്പ്, ഒരു പിടി നാളികേരം ഓപ്ഷനിലാണ്. അത് അരയാൻ ആവശ്യമായ വെള്ളം, ഇത് മുഴുവനും വേണമെന്നില്ല, നമുക്ക് ആവശ്യത്തിന് ഇലയായതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മുടെ മല്ലിയില ചട്നി തയ്യാർ. ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് അതിൽ പുളിക്കായിട്ട്, വേറെ പുളിയൊന്നും ഇതിൽ ചേർത്തിട്ടില്ലല്ലോ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ചട്നി ഓൾറെഡി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കാണിക്കാം. ആക്ച്വലി നമ്മൾ 3 തരത്തിൽ സാൻഡ്വിച്ച് ഉണ്ടാക്കാം. ഒന്ന് നമ്മൾ വെറുതെ സാധാ വെജിറ്റബിൾസ് എല്ലാം വെച്ച് ഒരു തരം ഉണ്ടാക്കും. വേറൊരു തരണം നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ടുണ്ടാക്കാം. പിന്നെ ഒരെണ്ണം തവയിൽ, ടോസ്റ്റ് ഇല്ലാത്തവർക്ക് തവയിൽ അതിനെ ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 3 തരം ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമ്മൾ കുറച്ച് ബട്ടർ 2 ബ്രെഡ് മേലും തേക്കുന്നു. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മല്ലിയില ചട്നി അതിൻ്റെ മുകളിൽ, അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഉണ്ട്, പുഴുങ്ങിയ പൊട്ടറ്റോ, അതുപോലെ തന്നെ കുക്കുംബർ, പിന്നെ സബോള ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീട്രൂട്ട് ഉണ്ടല്ലോ, ബീട്രൂട്ട് ഒന്ന് പുഴുങ്ങി പീസസ് ആക്കി വെച്ചാൽ അതിന് കളറും കിട്ടും, കുട്ടികൾക്ക് അത് ഇഷ്ടമായിരിക്കും കളർ. ബീട്രൂട്ട് ഇഷ്ടമുള്ളവർക്ക് ബീട്രൂട്ട് വയ്ക്കാം, ഞങ്ങൾ ബീട്രൂട്ട് വയ്ക്കാറുണ്ട്. ഇത്തിരി ഉപ്പ് ഇതിൻ്റെ മുകളിൽ, കുറച്ച് കുരുമുളക് പൊടി. കുട്ടികൾക്കാവുമ്പോൾ കുരുമുളക് പൊടി ഇട്ടില്ലേലും വിരോധമില്ല, നമുക്കതൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ ഇങ്ങനെ ഫ്രഷായിട്ട് ടോസ്റ്റ് ഒന്നും ചെയ്യണില്ല, ഇതിന് വെറുതെ മുറിച്ച് കഴിക്കാം. നമ്മൾ ടിഫിനിലൊക്കെ ജോലിക്ക് പോണവർക്കോ സ്കൂളിലേക്ക് പിള്ളേർക്കോ കൊടുത്തയക്കണമെങ്കിൽ ഇതാണ് ബെറ്റർ. അപ്പോൾ അവർക്ക് ടോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ടോസ്റ്റ് ചെയ്തത് ഉച്ചയാകുമ്പോഴേക്കും അത് തണുത്ത് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ടോസ്റ്റർ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് തവയിൽ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി കാണിക്കാം കേട്ടോ. ഒരു മിനിറ്റ് ഇത് ഒരു സൈഡ് ചൂടായതിന് ശേഷം പതുക്കെ അത് മറിച്ചിട്ട് മറുവശം കൂടിയിട്ട് ഒരു മിനിറ്റ് ചൂടാക്കി കഴിഞ്ഞാൽ ഇത് ഓൾറെഡി തയ്യാറായി. 1 മിനിറ്റിന് ശേഷം ഞാനിത് മറിച്ചിട്ടു. ഒന്ന് നമ്മൾ മൂടി വെച്ച് ഒരു മിനിറ്റും കൂടി മറിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയായി വരും. ടോസ്റ്ററിൽ നമുക്ക് ടോസ്റ്റ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞങ്ങളുടെ ടോസ്റ്ററിൽ ബട്ടർ തേക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങളുടെ ടോസ്റ്ററിൽ ബട്ടർ തേക്കുന്നത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ടോസ്റ്ററിൽ തേക്കരുത്, ബ്രെഡിൻ്റെ മുകളിൽ മാത്രം തേക്കുക.
നമ്മുടെ 3 തരത്തിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ്, തവയിൽ ചെയ്തത്, നമ്മുടെ ടോസ്റ്ററിൽ ചെയ്തത്, ടോസ്റ്റ് ചെയ്യാത്ത സാധാ സാൻഡ്വിച്ച്. ആക്ച്വലി സാധാ സാൻഡ്വിച്ചാണ് കുട്ടികൾക്ക് കൊണ്ടുപോകാനും ഒക്കെ നല്ലത്. പക്ഷേ ചൂട്ടോടു കൂടി കഴിക്കാൻ, സോസ് കൂട്ടി കഴിക്കാൻ നല്ലത് ടോസ്റ്റഡാണ്. ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാം. വേഗം ഉണ്ടാക്കുകയും ചെയ്യാം, ഹെൽത്തിയാണ്.